Hello guys, welcome back to after a long time to my YouTube channel. ഇതിപ്പോൾ ജർമ്മനിയിലെ വിൻ്റർ ടൈമാണ്. ജാനുവരി 9th or 10th ജാനുവരി സാറ്റർഡേ. സോ ജസ്റ്റ് ഒരു വിൻ്റർ ഡേ എങ്ങനെയാണെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ. ജസ്റ്റ് കണ്ടു നോക്കിക്കോ. ഇതാണ് ഇവിടുത്തെ മഞ്ഞിൻ്റെ അവസ്ഥ. കുഴിഞ്ഞു പോകുന്ന മഞ്ഞാണ് ഇവിടെ ഇങ്ങനെ കിടക്കുവാണ്. കാരണം വെള്ളം നിൽക്കും. പിന്നെ ഇതാണ് അമൻ മോഹൻ. നിങ്ങൾ ചിലപ്പം ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇവനെ കണ്ടിട്ടുണ്ടാവും. ഇത് എൻ്റെ ചാനലാണ്. സോ ഞാൻ ഹാൻഡ് ഓവർ ചെയ്തേക്കാം. ഞങ്ങളിന്ന് പുറത്തിറങ്ങിയതിൻ്റെ മെയിൻ റീസൺ വിൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാനും ബേസിക്കലി എല്ലാത്തിനും മടിയാണ്. അപ്പോൾ ആ മടിയെ ഓവർകം ചെയ്യാനായിട്ട് പുറത്തിറങ്ങിയതാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇറ്റ് ടേക്സ് എ ലോട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഫൈനലി ഇറങ്ങി. നമുക്ക് കാണിച്ചു തരാം. നമുക്ക് പ്ലാനുണ്ട് എവിടെ പോകേണ്ടതെന്നൊക്കെ. നമ്മളിവിടെ ഒരു ഫ്രണ്ടും കൂടി ജോയിൻ ചെയ്യും. വിൻ്റർ ആയതുകൊണ്ട് ബേസിക്കലി എല്ലാവർക്കും മടിയാണ് കേട്ടോ. ഭയങ്കര സ്ലിപ്പറി. അപ്പം നമ്മൾ മാക്സിമം സ്നോയിൽ കൂടെ നടക്കാനാണ് എല്ലാവരും നോക്കണം. നമ്മൾ മാക്സിമം മഞ്ഞുള്ള സ്ഥലത്തൂടെ നടക്കാൻ നോക്കും. അതാവുമ്പോൾ തെന്നി വീഴില്ല. മേ ബി ബൂട്ട് കുഴപ്പമില്ല. ജീൻസിലും ആണോ ട്രൗസേഴ്സിലൊക്കെ നല്ല മഞ്ഞാവാറുണ്ട്. അവിടെ കുറച്ച് ആൾക്കാരൊന്നും അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ക്ലീൻ ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം പോണത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തുള്ള ഹലോ യാ Enjoy. Yeah, you too. See you. അങ്ങനെ ഇവിടെ ഇവൻ്റെ സ്ഥലമാണിത്. ഇവ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടൊന്നുമല്ല, ബട്ട് റെയർ ആയിട്ട് ആൾക്കാർ മലയാളത്തിൽ പറഞ്ഞോളാം. ഇവര് ഇവിടെ ഒരു പയ്യൻ അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പം അവൻ വന്നിട്ട് ഇവനടുത്ത് എന്തോ തിരക്കി, എന്തോ വിൻ്റർ ടൈം എന്നൊക്കെ. നമ്മള് വീഡിയോ എടുക്കണ പുള്ളി കണ്ടു. സോ ഹി വാസ് ലൈക്ക് ആസ്കിങ് നമ്മളിത് വീഡിയോ എടുത്ത് വീട്ടിൽ അയച്ചു കൊടുക്കാനാണ്. അപ്പോൾ പറഞ്ഞു വ്ളോഗിന് വേണ്ടിയിട്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഹീ സോ എൻകറേജിങ്. നല്ലൊരു മനുഷ്യൻ, നല്ല ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊരു ലേക്കുണ്ട്. ആ ലേക്ക് അതൊരു പോണ്ടാണ്, ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടാണ്. നമ്മളതിനെ ചുമ്മാ ലേക്ക് എന്ന് വിളിച്ച് ഇപ്പം വീണല്ലേ. ഇതെന്താണ് പബ്ജിയാ? ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് ഡയലോഗ് അടിച്ചു വിടാൻ. അങ്ങോട്ട് നമ്മുടെ ഹൗസ് 1 ഷാൻഡേഷ് റോഡ് വഴി നടക്കില്ലേ, കണ്ടോ? ഞാൻ ഗ്ലൗസ് ഇല്ലാതെയാണ് നടക്കുന്നത്. നല്ല ഫ്രീസ് ആവുന്നുണ്ട് കൈ. അത് ഇവിടെ ജനിച്ചു വളർന്ന പീക്കോക്ക് അല്ലേടാ? അപ്പോൾ അവിടുത്തെ മയില് മഞ്ഞത്തിരിക്കുവാണോ? അല്ല, പിന്നെ അത് അതിൻ്റെ അകത്താണ്. പക്ഷെ സ്റ്റിൽ അവിടെ മഞ്ഞാണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. മറ്റേ വെള്ള മയിലാണോ? ഇവിടുത്തെ ഇത് ജസ്റ്റ് ഒരു പോണ്ട് മാത്രമല്ല, ഇവിടെ ഒരു പാർക്കാണ്. അപ്പം ചെറിയായിട്ട് മറ്റേ ചെറിയ ആനിമൽസ് ഒക്കെ ഉണ്ട്. അതിന് ചെറിയ സൂ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ സൂ അല്ല, എവിടെ സൂ ഒന്നുമല്ല, ചെറിയൊരു പാർക്കിനകത്ത്. ഐ മീൻ ഒരു ചെറിയ രീതിയിൽ കുറച്ച് ബേർഡ്സ് ഉണ്ട്, ഡിയർ ഉണ്ട്. പക്ഷെ എന്തിനായാലും അടച്ചിട്ട് വളർത്തുമല്ലേ? ആണോ? എന്തേ പറയാനില്ലേ? അതിന് ഈ ലവ് ബേർഡ്സ് ഒക്കെ പെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയെടുത്തൊരു സ്പീഷ്യസ് അല്ലേ. സോ അതിന് തുറന്നു വിട്ടാൽ അത് പെട്ടെന്ന് ചാവൂലോ. പക്ഷെ ഇത് ലവ് ബേർഡ്സ് മാത്രമല്ലല്ലോ. ഇതേ ഒരു ലവ് ബേർഡ് വരുന്നു. നമുക്ക് ആ ലവ് ബേർഡിന്റെ അടുത്ത് ചോദിക്കാം. വരുന്നതാണ് സിയ. ഞങ്ങള് പറഞ്ഞ പോണ്ടാണ് ആ ബാക്കിൽ. കശ്മീരിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് എത്തിയ തീവ്രവാദിയാണ്. ഊട്ടി പോണോ? ഹലോ സിയ, എന്തൊക്കെയുണ്ട് വിശേഷം? വ്ളോഗാണോ? അതെ. ഇനി ഞാൻ വാ തുറക്കുവല്ലോ. വഴിയായിരുന്നു.
അത് വഴിയായിരുന്നു. ഇവിടെ വഴി അങ്ങനെയൊന്നുമില്ല. നോ മോർ വഴി. കണ്ടില്ലേ, ചിലർ അങ്ങനെയാണ്, ചിലർ നമ്മളുടെ പ്രൈവസിയിലോട്ടൊക്കെ കയറി വരും. You should see this. ഇത് ആക്ച്വലി ലീക്ക്. ഇത് 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 നമ്മൾ വരുന്ന പോണ്ടല്ലേ. അമ്മ, how is my new jacket? കൊള്ളാടാ, ഞാനത് കണ്ടാ. അപ്പൊ ഇത് പൊട്ടിപ്പോകത്തില്ല ഇതാഴോട്ട്? ഗായ്സ്, ഈ സൈഡിൽ, അയ്യോ, ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പോണ്ട്, ഒരു ലേക്ക് കണക്കത്തെ ഒരു പോണ്ടാണ്. പക്ഷേ ആ പോണ്ടിന്റെ മുകളിലാണ് അവര് നിക്കുന്നത്. ഇതെന്നാ ഇതെങ്ങനെ ഇത്രയും ഫ്രോസൺ ആവുന്നത്? നമുക്ക് ഇതിന് മുന്നത്തൊരു ക്ലിപ്പ് ഞങ്ങൾ ഇടാം, ഈ പോണ്ടിന്റെ അവസ്ഥ. അപ്പം നിങ്ങക്ക് മനസ്സിലാവും ഇത് എത്ര ഡിഫറെന്റ് ആണെന്ന്. ഇനി ബാക്കി കുട്ടെടുക്കും, എന്റെ കൈയാണെങ്കിൽ വരച്ചിട്ട്. ഇത് ഓൾറെഡി റെക്കോർഡിങ് ആ. ഓക്കെ, ബേസിക്കലി ഈ ട്രീസ് ഇല്ലേ, നോട്ട് ദിസ് വൺ, ആ ചുറ്റിനും കാണുന്ന ട്രീസ്, ഇത് ഫുള്ള് ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടാണ്. അത്യാവശ്യം വലുതുമാണ്. ബട്ട് അവിടെ ഒരു ഫൗണ്ടെയിൻ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. ഇനി ഞങ്ങൾ മേ ബി ഒരു സ്നോമാനെ ഉണ്ടാക്കുമായിരിക്കും. അതെ, ഞങ്ങൾക്കൊരു ആർട്ടിഫിഷ്യൽ സ്നോമാനെയും കൂടെ ഉണ്ടാക്കണം എന്നുണ്ട്. ജീവനുള്ള സ്നോമാൻ ഉണ്ട്. റിഫ്ലക്ഷൻ കാണുന്നു, വെള്ളമില്ലാതെ അങ്ങനെ റിഫ്ലക്ഷൻ വരുന്നത്. What is the മൈൻഡ് ചെയ്യണ്ട. So Guys, come, let's make snowman. Yeah. ഇത് ഭയങ്കര എന്ന് വെച്ചാൽ വിന്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രോമറ്റൈസിങ് ആ. പക്ഷെ ഇത് നമുക്ക് ഭയങ്കരമായിട്ടൊരു ജോയ് തരുന്നുണ്ട്. നോ, ഹീ സ്കെയർഡ്, വി ആർ നോട്ട്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് സോ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. കാരണം എല്ലാരും ഇവിടെ ഇറങ്ങുന്നുണ്ട്. എന്താ പാന്റൊക്കെ മടക്കി വെച്ചേക്കുന്നത്? അത് മഞ്ഞാവാതിരിക്കാൻ. ഇതാണ് അതിന്റെ അടിയിലെ ലെയർ, ഗ്ലാസ് ലെയർ. ഓ വാവ്, ഒത്തിരി ചവിട്ടല് പറയാൻ പറ്റില്ല. ഏവനെങ്കിലും കുത്തി പൊട്ടിച്ചിട്ട് അതിന് മേലെ മഞ്ഞിട്ടിട്ടുണ്ടാവും. എൻ്റെ കൈ നല്ല ഫ്രോസ് ആയിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ വ്ലോഗ് ചെയ്യാണ്. ഇപ്പോൾ വെട്ടമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നല്ല സ്പോട്ടായിട്ടൊക്കെ തോന്നും. പക്ഷേ റീസെൻ്റ്ലി 2-3 days ബാക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ പാർക്കിൽ ആരെയോ ഗ്രൂപ്പായിട്ടാണോ അതോ അല്ലാണ്ടാണോ എന്ന് നമുക്കറിയില്ല, ആരൊക്കെയോ ലൈക്ക് അറ്റാക്ക് ചെയ്തു. ആൻഡ് ദെൻ അവരെ ഇട്ടിട്ട് പോയി. സോ പോലീസ് അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ പ്രത്യേകിച്ചൊരു ഇൻ്റർനാഷണൽ ഇമിഗ്രൻസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് അങ്ങനത്തെ കാര്യമൊക്കെ കുറച്ച് സ്കെയറിയാണ്. സോ അതുകൊണ്ടാണ് ഞങ്ങൾ വെട്ടമുള്ളപ്പോഴും ഗ്രൂപ്പായിട്ടൊക്കെ വന്നത്. രണ്ട് ടീമുകൾ തോന്നിക്കണം. അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. ഇവിടെയും അതേ ബുദ്ധി ഉറക്കാത്ത 2 ടീംസ് നിന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പെറ്റ്സ് ഒക്കെ കുറച്ചുള്ളത്. പിന്നെ ആ സ്പോട്ടിൽ ഇപ്പോൾ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവിടെ ഡീർ ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ ഇതിൽ ഈ പോണ്ടിലോട്ട് ഒഴുകി വരുന്ന ഒരു ചാനലുണ്ടായിരുന്നു. ആ സ്പോട്ടിൽ ഇഫ് യു ക്യാൻ സീ ദി ബ്രിഡ്ജ് ദെയർ ഹിയർ, ആ ബ്രിഡ്ജിൽ അവിടെ കുറേ ഡക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ മീൻ ഇതാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണാനുള്ളത്. ഇവരാണ് ഇവിടുത്തെ മെയിൻ. പിന്നെ ആ മൃഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇവരാണ് ഇവിടുത്തെ മെയിൻ. ഓക്കെ, ഇതെന്റെ എസ്തെറ്റിക്സിന് തീർന്നതല്ല. ഇത് ഞാൻ കുറച്ച് സാധനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി. സോറി, നിനക്ക് ഭയങ്കര എസ്തെറ്റിക്സ് ഇല്ല. ഓക്കെ, കുപ്പി യൂസ്ഫുൾ ആക്കും ഞാനിപ്പോ. നിന്നെപ്പോലെ യൂസ്ലെസ് അല്ലല്ലോ. പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സിയെയും അവനും.
അവന് കയറാൻ പറ്റുന്നില്ല. കാരണം ആണോ? കുറ്റം പറയുന്നില്ല. ഇന്നലത്തെ പോലത്തെയോ? അതിനല്ലേ റീത്ത് കിട്ടിയത്. സിയ നാട്ടിൽ പോവാണെങ്കിൽ കോണ്ടന്റ് കേട്ടോ. ആ, തന്നിട്ട് പോകാട്ടോ. ഇഷ്ടല്ലേന്ന്. അതെ, ഇതിനെയൊക്കെ തുറന്നു വിടാം. എടാ ഇതിന് തുറന്നു വിട്ടാ എല്ലാം പിടിച്ച് തിന്നില്ലേ? ഒരു നിമിഷമെങ്കിലും അവർ സ്വാതന്ത്ര്യം അനുഭവിച്ചല്ലേ മരിക്കുന്നത്. അവര് ഇതില് അത്യാവശ്യം സ്വാതന്ത്ര്യം അനുഭവിച്ചല്ലേ ജീവിക്കണേ. ഐ മീൻ ഈ ബേർഡ്സിനെയൊക്കെ ടാങ്കെടുത്ത് പൊട്ടിച്ചടേ. എനിക്കറിയില്ല, കുറച്ചുകൂടെ വലിയ കേജൊക്കെയായിരുന്നു കൊള്ളായിരുന്നു. പക്ഷെ ഐ ഡോണ്ട് നോ. ഇതൊക്കെ കൊണ്ട് അതൊരു സിനിമയില് ഒരു സീനാക്കാൻ കൊള്ളാം. ഫസ്റ്റ് സീനില് ഫോണ്ട് പൊട്ടിച്ചളയണത്. ഇനി ഇച്ചിരി എന്നെ ഇട്, എന്റെ മുഖം കാണിച്ചു. വീഡിയോ എല്ലാം എടുക്കുന്നുണ്ടോ? ഇതെങ്ങനെയാണോ പിടിക്കുന്നത്? ഇങ്ങനെ പിടിയടാ. ഒരു 5 മിനിറ്റ് ഞാൻ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അമൻ. വാർത്തകൾ വായിക്കുന്നത് അമൻ മോഹൻ. ക്യാമറാമാൻ സിയ ടോമിനോടൊപ്പം ലൈറ്റ് ബോയ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഷാനൻഡേജ് പാർക്കിലാണ്. പാർക്കിന് ചുറ്റും മരങ്ങളുണ്ട്. മരങ്ങളിൽ കിളികളെ ആട്ടാനായി ഇങ്ങനെ അമ്മച്ചി സൈഡിൽ നിൽക്കുന്നുണ്ട്. അയ്യോ, ഞാൻ നേരത്തെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴേ ഇവിടെ ഒരു കക്ക ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തു വന്നപ്പോഴത്തേനും അവര് കിസ് ചെയ്തു. അത് ക്യാപ്ചർ ആയിട്ടുണ്ട്. എന്നിട്ട് അത് ഇങ്ങനെ പോയി. ബട്ട് വി ആർ നോട്ട് ഗോണ ഇൻക്ലൂഡ് ദാറ്റ്. അത് പ്രൈവസി. അവര് കേൾക്കുന്ന രീതിക്കാണല്ലോ അവൻ പറയുന്നത്. കേട്ടോട്ടെ, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലേ. ശ്രുതി എന്ന് പറഞ്ഞ സാധനം അവന് തീരെയില്ല കേട്ടോ. അവരിവിടെ നിൽപ്പുണ്ടായിരുന്നല്ലേ, ഞാനത് കണ്ടില്ല. അമൻ, അപ്പൊ ഇങ്ങനെ കിളികളെ അടച്ചിട്ട് വളർത്തുന്നതിനെ പറ്റി കിളികളെ അടച്ചിട്ട് വളർത്തുന്നതല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള കുറച്ച് സ്പീഷ്യസിനെ ഇങ്ങനെ നമുക്ക് പെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് സ്പീഷ്യസുകളല്ലേ. അപ്പൊ അതിനെ തുറന്നു വിട്ടാൽ അത് പെട്ടെന്ന് ഏതെങ്കിലും എന്തിൻ്റെങ്കിലും ഫുഡായി മാറും. ബെറ്റർ ടു നമ്മള് ലൈഫിന്റെ സൈക്കിൾ അക്സെപ്റ്റ് ചെയ്ത് അതിനെ പുറത്താക്കി വിടുക. അയ്യോ, ലൈഫ് ഫുഡ് ചെയിൻ്റെ കാര്യം അല്ല ഇവിടെ പറയണത്. അതിന് അങ്ങനെ ഒരു വലിയ സ്പീഷ്യലി സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതിന് എന്തിനു വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാൻ പറ്റും. സ്പീഷീസ് ആയാലും ഫസ്റ്റ് അതിന് സർവൈവൽ സ്കിൽ. അയ്യോ നോ നോ, അത് പരിണാമം ചെയ്ത് നോ, ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. ദിസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എവല്യൂഷൻ. ഇത് എവല്യൂഷന്റെ പാർട്ടായിട്ട് ഉണ്ടായ ഒരു സ്പീഷീസ് അല്ല. അപ്പൊ അതിന് അതാ പറയണത്. അപ്പൊ നമ്മളൊരു കാക്കയോ നോ, എവല്യൂഷന്റെ പാർട്ടായിട്ട് മാത്രമേ ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാവുള്ളൂ എന്ന് ഏഷ്യൻ പറയുന്നുണ്ടോ? കാരണം നമ്മൾ എവരിത്തിങ് നമ്മൾ പലതും ഇമ്പാക്റ്റഡ് ആയിട്ടാണെങ്കിലും ഇമ്പാക്റ്റഡ് ആണ്. അപ്പം ഈ കൗസിലുള്ള പല വെറൈറ്റീസോ ഹൈബ്രിഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ ഉണ്ടല്ലോ. അങ്ങനെ എനിക്കിതിനെ പറ്റി വലിയ അറിവില്ല. പക്ഷെ ദിസ് ഇസ് വാട്ട് ഐ നോ. എനിക്ക് അടച്ചിട്ട് വളർത്തുന്നതിനോട് താല്പര്യമില്ല. ലൈക്ക് നമ്മളത് ഫുള്ളി സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ ഇതിനെ തുറന്നു വിടണം എന്ന് പറയുന്നത് അതിലും സന്തോഷമായിട്ട് അത് ഇതിൻ്റെ അകത്ത് നിൽക്കും. ഐ മീൻ ജീവൻ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ തുറന്നു വിടണം എന്നല്ല പറഞ്ഞത്. പക്ഷെ ഇത്രയും കേജ് ചെയ്ത് അടച്ചിടേണ്ട ആവശ്യമില്ല. ഇപ്പം അതിന് പുറത്ത് പോയിട്ട് തിരിച്ചു വരാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ ഒട്ടും ഫ്രീഡം ഇല്ലാതെ എങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. ഒരു നിമിഷമെങ്കിലും ഒരു ഫ്രീഡം അനുഭവിച്ച് നിൽക്കട്ടെ എന്നാണ് എൻ്റെ ഒരു തിരിച്ചു വിട്ട ഇപ്പൊ വരും. 1 2 3 ചത്ത് ഞാൻ വീണില്ല. എന്നാടാ എന്തോ പറ്റി? നോ, ഇറ്റ്സ് ഗുഡ്. നല്ല രസമുണ്ട്. ഇനി കരിഞ്ഞു പോകാണ്ടെങ്കിൽ എഴുതിക്കാവുന്ന. ഇല്ല, ഇനി സിയ വീഴു. സിയ വീഴു. സിയയും വീണു, അവനും വീണു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഗൈസ്, പെട്ടെന്ന് നോക്കിയപ്പോൾ സിയയുടെ ഫോൺ കണ്ടില്ല.
കിടന്നത് ദാ ഈ മഞ്ഞിനിടയിൽ. ദാ സൈലന്റ് മഞ്ഞിൽ കുളിച്ചിരിക്കുന്ന ഫോൺ. ഗൈസ് ഞങ്ങളങ്ങനെ ചെറിയൊരു സ്നോമാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും നാണക്കേടായി പോവും. സി ഭയങ്കര ടഫാണ്. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. സ്നോ തമ്മിൽ അങ്ങോട്ട് ഒട്ടണില്ല. ദേ കിഡ്സൊക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ ഭയങ്കര കംഫർട്ടബിളായിട്ടാണ് നിൽക്കണം. ഐ ആം ലൈക്ക് ഹൗ സ്കേറ്റ് ചെയ്യുന്നുണ്ട്. വിത്ത് പേരൻസ് ടു, സോ they know how things work and അവരിവിടെ വെയിറ്റ് ചെയ്യുക. അയ്യോടാ ഒരു വീഡിയോ എടുക്കാം. ആരെയാ ക്യാമറയുടെ മുഖത്തോട്ട് അറിയാം കൊണ്ടുണ്ടാവും. പറഞ്ഞോ പിന്നെ കണ്ടന്റ് എവിടെ ആരുടെ ക്യാമറയാന്ന് കൂടി പറയണം. ക്യാമറ അപ്പൊ എന്റെ മുഖത്ത് ഇങ്ങനെ വല്ലായിരുന്നു. എണ്ണയോ ക്യാമറ ഞാനോർത്തിങ്ങനെ നെഞ്ചു പിരിച്ചു വീടില്ല. നിനക്ക് നീ തറയിലോട്ട് എറി ക്യാമറയിലോ. ഓക്കെ സോ ഇത് ഹൗസ് 3. ഇൻസൈഡ് ഹൗസ് 3. ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ മെയിൻ സെൻറ്റർ. ഇവിടെ ഹൗസ് മാസ്റ്ററിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ ഒക്കെ റൂം. സോ ഈ ബിൽഡിംഗ് കുറച്ച് സ്പെഷ്യലാണ്. ഈ സ്പേസാണ് അവർക്ക് ലോണ്ടറി ഉണ്ട്, ഡ്രൈയിങ് റൂം ഉണ്ട്, ആൻഡ് സൈക്കിൾ ഒക്കെ വെക്കുന്ന ഒരു റൂം. ബേസിക്കലി സ്റ്റോറേജ്. വെട്ടുണ്ടല്ലോ, വെട്ടിടാത്ത എന്താ എടുത്തോട്ടെ, നമുക്ക് വേണ്ട. വേണോ? അവർക്ക് ചോദിച്ചു നോക്കാം. സിയ പെർഷങ്കൻ ഓക്കെ. അപ്പം തിരിച്ചു വെക്കാം. ഗ്ലൗസ് ഉണ്ട്, എന്ത് തിക്ക് ഗ്ലൗസ് ആണ്. റൈഡേഴ്സൊക്കെ യൂസ് ചെയ്യണം അങ്ങോട്ട്. ആൻഡ് സിയുടെ അപ്പാർട്ട്മെൻറ്റ്. നീ ഹാൻഡ് ഓവർ നീ അത് ഷോ ചെയ്ത് നമ്മൾ എന്തൊക്കെ റിമൂവ് ചെയ്യണം. ആദ്യമേ ഗ്ലൗസ് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ബൂട്ട് ഒരു കാലം അവിടെ ഉണ്ടോ നോക്കാം. സോ ഗൈസ് ദിസ് ഇസ് മൈ റൂം. പക്ഷെ ഇപ്പം ഇവിടെ ഉള്ളത് അമ്മനും ഹേഷുമാണ്. ഹലോ ഗായ്സ്. അവിടെ യേശു ഉണ്ട്, പിന്നെ ഞാനുണ്ട്, പിന്നെ എൻ്റെ ബെഡുണ്ട്. ഇതൊരു സുഖമില്ല. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്, കാണിച്ചു തരാം. സോ ദിസ് ഇസ് ദ വ്യൂ. കാണാൻ പറ്റുന്നുണ്ടോ? നമുക്കിനി സിയയുടെ ബാക്കി റൂം കാണാം. ഇപ്പൊ റൂം മാത്രല്ലേ കണ്ടുള്ളൂ. ഓക്കെ നിന്റെ മോൻ കാണിക്കുന്നത് അത് കുഴപ്പമില്ല. ഓവറാക്കല്ലേ, ബാക്കിൽ നിന്ന് സോറി ഒക്കെ പറയും. കിച്ചൺ ഒരാൾക്ക് വേണ്ടിയിട്ട് സ്പേഷ്യസ് ആണ്, പക്ഷെ രണ്ടുപേരും ഒരുമിച്ചൊന്ന് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ രണ്ടുപേരുടെ കിച്ചൺ ആണ്. ഇവിടെ ആളുണ്ട്. ഇതാണ് റെഫ്രിജറേറ്റർ. അവരുടെ രണ്ടുപേരുള്ളതുകൊണ്ട് ചെറിയ റെഫ്രിജറേറ്ററാണ്. ഇതെല്ലാം സ്റ്റോറേജ് സ്പേസസ് അല്ലേ. സ്റ്റോറേജ് സ്പേസസ്. ഹീറ്ററുണ്ട്, സിയ ഉണ്ട്. ഇത് സിയുടെ സ്വന്തം മൈക്രോവേവ് ആണ്. വാഷ്റൂം. സോറി ഇതിന് അകത്താണ്. വാഷ്റൂം ഒക്കെ സ്പേഷ്യസ് അല്ലേ, അത്യാവശ്യം. ചുമ്മാ എല്ലാം കാണട്ടെ, എല്ലാരും അറിയട്ടെ. സോ ഗൈസ്, അതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് കാണുന്നവരെ ബൈ, ചൂസ്.